ശക്തികളുടെ ഗർവിനെ പശ്ചിമേഷ്യയുടെ ചുവന്ന മണ്ണിൽ മുട്ടുകുത്തിച്ച ചരിത്രമാണ് ഇറാന് പറയാനുള്ളത്. ലോകത്തിന്റെ എണ്ണക്കഴുത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിനുമേൽ കണ്ണുനട്ടിരുന്ന അമേരിക്കൻ അധിനിവേശ ശക്തികളെ പല്ലും നഖവും ഉപയോഗിച്ചാണ് ഇറാൻ പരാജയപ്പെടുത്തിയത്. പേർഷ്യൻ ഗൾഫിന്റെ കാവൽക്കാരായി ഇറാൻ നിലകൊള്ളുമ്പോൾ ആ കവാടം ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കത്തെയും വെച്ചു പുറപ്പിക്കില്ല എന്ന് ആവർത്തിച്ചിട്ടുള്ള പ്രത്യാക്രമണങ്ങളിലൂടെ ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുത്തു കഴിഞ്ഞു. നഗരത്തിന്റെ ഈ തന്ത്രപ്രധാനമായ പാതയിൽ ഇറാന്റെ അനുവാദമില്ലാതെ ഒരു പായ്ക്കപ്പൽ പോലും ചലിപ്പിക്കാൻ വൻശക്തികൾ ഭയക്കുന്ന സാഹചര്യം ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന്റെ വിജയമാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഹോർമുസ് എന്നത് വെറുമൊരു ജലപാതയല്ല, മറിച്ച് ഇറാന്റെ അഭിമാനവും പരമാധികാരത്തിന്റെ അടയാളവുമാണത്. ആഗോള ഊർജ വിപണിയെ വിറപ്പിക്കാൻ ശേഷിയുള്ള ഈ കവാടം ഇറാന്റെ കൈകളിൽ ഭദ്രമായിരിക്കുന്നത് മേഖലയിലെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നൽകുന്ന ആവേശം ചെറുതുമല്ല. ഗാസയിലും ലബനിലും ഇസ്രായേൽ നടത്തുന്ന കിരാതമായ വേട്ടയാടലുകൾക്ക് കൂട്ടുനിൽക്കുന്ന പാശ്ചാത്യ ശക്തികളെ നിലക്കി നിർത്താൻ ഇറാന്റെ ഈ തന്ത്രപരമായ കരുത്ത് ഒന്നു മാത്രം മതി. വിദേശ കപ്പലുകളുടെ അനാവശ്യ സാന്നിധ്യത്തെ ചാരമാക്കി മാറ്റാൻ കെൽപ്പുള്ള ഇറാന്റെ മിസൈലുകൾ ഹോർമുസിന്റെ തീരങ്ങളിൽ കാവലിങ്ങനെ നിൽക്കുമ്പോൾ ഈ കടലിടുക്ക് എന്നും ഇറാന്റേത് മാത്രമായി തന്നെ തുടരും. അധിനിവേശത്തിന്റെ കരങ്ങൾ അറക്കാൻ ഇറാന്റെ ബ്രഹ്മാസ്ത്രങ്ങൾ സജ്ജമാണ് എന്ന മുന്നറിയിപ്പാണ് ഈ പ്രകോപനത്തിന് മറുപടിയായി ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും മുൻപിൽ പതറാതെ സ്വന്തം മണ്ണും ജലവും സംരക്ഷിക്കുന്ന ഈ പോരാട്ടം ലോകമെമ്പാടുമുള്ള പ്രതിരോധ പോരാളികൾക്ക് വലിയ ആവേശം നൽകുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ യഥാർത്ഥ അവകാശികൾ ഇറാൻ തന്നെയാണെന്നും അവിടെ ഇറാന്റെ നിയമങ്ങൾ മാത്രമാണ് ചിലവാകുക എന്നും അടിവരയിടുകയാണ് പശ്ചിമേഷ്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ. അതുകൊണ്ട് തന്നെ സാമ്രാജ്യത്വത്തിന്റെ ഏതൊരു നീക്കത്തെയും കടലിൽ കെട്ടിത്താഴ്ത്താൻ ഇറാൻ എന്ന മഹാരാജ്യം തയ്യാറെടുത്തു കഴിഞ്ഞു. ഈ യാഥാർത്ഥ്യം ലോകം മുഴുവൻ ഇന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ശരിക്കും ഹോർമുസ് കടലിടുക്കിന്റെ യഥാർത്ഥ അവകാശി ആരാണ്? നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. ഒരറ്റത്ത് ഒമാനും മറുവശത്ത് ഇറാനും അതിർത്തി പങ്കിടുന്ന കേവലം 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ഇടുങ്ങിയ കടൽപാതയാണ് ഹോർമുസ്. എന്നാൽ ഈ ചെറിയ പാതയിലൂടെയാണ് ലോകത്ത് പ്രതിദിനം ഉപയോഗിക്കുന്ന പെട്രോളിയത്തിന്റെ 1/3 ഭാഗവും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ലോകരാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഹോർമുസ് കടലിടുക്ക് അടയ്ക്കപ്പെടുമോ എന്ന കാര്യത്തിലാണ്. ഈ തവണത്തെ യുദ്ധത്തിലും ഇത് തന്നെയാണ് ഹോർമുസിനെ ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് മാറ്റിയത്. ചരിത്രപരമായി ഹോർമുസ് കടലിടുക്ക് എപ്പോഴും സാമ്രാജ്യങ്ങളുടെ കണ്ണിലെ കരടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 19-ാം നൂറ്റാണ്ട് മുതൽ ബ്രിട്ടീഷ് സാമ്രാജ്യം ഈ പാതയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഇന്ത്യയിലേക്കുള്ള വ്യാപാര പാത സുരക്ഷിതമാക്കുക എന്നതായിരുന്നു അന്ന് അവർ വെച്ച ലക്ഷ്യം. എന്നാൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം എണ്ണയുടെ കണ്ടുപിടുത്തത്തോടെ ഈ പാതയുടെ രാഷ്ട്രീയ പ്രാധാന്യം കുതിച്ചുയരുകയാണ്. 1980കളിൽ നടന്ന ഇറാൻ ഇറാഖ് യുദ്ധ കാലഘട്ടത്തിലാണ് ഹോർമുസിന്റെ പ്രഹരശേഷി ലോകം ശരിക്കും മനസ്സിലാക്കി തുടങ്ങുന്നത്. ഇരു രാജ്യങ്ങളും പരസ്പര എണ്ണ കപ്പലുകൾ ആക്രമിച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. അന്ന് മുതൽ തന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങളെയും ലോക സാമ്പത്തിക വ്യവസ്ഥയെയും സമ്മർദ്ദത്തിലാക്കാൻ ഇറാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ തന്ത്രപരമായ ആയുധം തന്നെയാണ് ഹോർമുസ് കടലിടുക്ക്. ഇറാന്റെതല്ല എന്ന വാദം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഭൗമശാസ്ത്രീയപരമായിട്ട് ഇത് ഇറാന്റെ തന്നെയാണ്. നിലവിൽ ഇസ്രായേലും ലബനും തമ്മിലുള്ള സംഘർഷം മുറുകയാണ് അല്ലോ. അതുപോലെ തന്നെ ഇറാന്റെ ഇടപെടൽ ചർച്ചയാകുകയും ചെയ്യുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യമാണ് നിൽക്കുന്നത്. ഒരിടത്ത് ഇറാൻ അമേരിക്ക സംഘർഷം, മറ്റൊരിടത്ത് ഇസ്രായേൽ ലബൻ സംഘർഷം. എന്തായാലും ഇവിടെ ഇറാന്റെ ഇടപെടൽ ഈ കടലിന്റെ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരായിട്ടുള്ള സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഇറാഖ്, ഖത്തർ എന്നീ രാജ്യങ്ങൾക്ക് തങ്ങളുടെ എണ്ണയും പ്രകൃതിവാതകവും ലോക വിപണിയിൽ എത്തിക്കാൻ ഈ ഒരു പാത മാത്രമേ ഉള്ളൂ. ഇറാൻ ഈ പാത ഉപരോധിക്കുകയോ കപ്പലുകൾ തടയുകയോ ചെയ്താൽ അത് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എണ്ണവിലയിലെ കുതിച്ചുചാട്ടം ഇതിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. എണ്ണ വിതരണം തടസ്സപ്പെടുന്നത് ലോകമെമ്പാടും ഇന്ധനവില വർദ്ധിക്കുന്നതിനും അതുവഴി പണപ്പെരുപ്പത്തിനും കാരണമാകും. ഇപ്പോൾ സംഭവിക്കുന്നതും അത് തന്നെയാണല്ലോ. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ എണ്ണ ആവശ്യത്തിന്റെ വലിയൊരു ഭാഗം ഇറക്കുമതി ചെയ്യുന്നത് ഈ പാതയിലൂടെയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോർമുസിന്റെ ഏത് ചലനവും ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെ തന്നെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീട്ടിൽ വരെ അതിന്റെ എഫക്റ്റ് ഉണ്ടായത്. ഇറാന്റെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന പാതയായതിനാൽ ചെറിയ ബോട്ടുകളും മിസൈലുകളും ഉപയോഗിച്ച് പോലും കപ്പൽ ഗതാഗതം തടയാൻ ഇറാൻ അനായാസം സാധിക്കും. ഇത് അമേരിക്ക പോലുള്ള വൻ ശക്തികളെ പോലും പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യവുമാണ്. ഗാസയിലും ലബനിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഇറാൻ നൽകുന്ന മറുപടി കേവലം മിസൈലുകളിൽ ഒതുങ്ങില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്ക് വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്.
ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾ പരിധി ലംഘിച്ചാൽ ഇറാൻ പ്രയോഗിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ സാമ്പത്തിക ആയുധം ഹോർമുസ് കടലിടുക്കിന്റെ ഉപരോധമാണ് എന്നത് വർഷങ്ങളായിട്ട് വരുന്നു. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളെ നിലയ്ക്ക് നിർത്താൻ ഈ പാതയിലെ നിയന്ത്രണം വഴി ഇറാന് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ലെബനിൽ വീഴുന്ന ഓരോ ബോംബിന്റെയും പ്രതിധ്വനി ഹോർമുസ് കടലിടുക്കിലും നമുക്ക് കേൾക്കാവുന്നത് അങ്ങനെയാണ്. ചരിത്രപരമായി വ്യാപാരത്തിന്റെ കവാടമായിരുന്ന ഈ പ്രദേശം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയ യുദ്ധക്കളമായി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇസ്രായേലിന്റെ കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കാൻ ഇറാൻ ഈ പാതയിലെ തങ്ങളുടെ അധികാരം ഉപയോഗിക്കുകയാണെങ്കിൽ അത് കേവലം ഒരു പ്രാദേശിക യുദ്ധമായിരിക്കില്ല, മറിച്ച് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയൊരു സാമ്പത്തിക തകർച്ചയായിരിക്കും നേരിടാൻ പോകുന്നത്. അതിന്റെ കാരണക്കാരാവാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ യുദ്ധം ചെയ്യുന്നത് അമേരിക്കയും ഇസ്രായേലും തന്നെയാണ്. ഹോർമുസ് കടലിടുക്കിന് നിയന്ത്രണം ആരുടെ കൈവശമാണോ അവരുടെ കൈകളിലാണ് ലോകത്തിന്റെ ഊർജ്ജ സ്രോതസ്സുകളുടെ താക്കോൽ എന്ന് നിസ്സംശയം പറയാം. അപ്പോൾ ആ താക്കോൽ ഇപ്പോഴുള്ളത് ഇറാന്റെ കൈകളിൽ തന്നെയാണ്. എന്തായാലും ഹോർമുസ് കടലിടുക്കിന്റെ ഭൗമരാഷ്ട്രീയ പ്രാധാന്യവും അതിന്മേലുള്ള ഇറാന്റെ സ്വാഭാവികമായ അവകാശവാദങ്ങളും വിശകലനം ചെയ്യുമ്പോൾ അത് കേവലം ഒരു ജലപാതയല്ല എന്നും മറിച്ച് ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ ജീവനാഡിയാണെന്നും നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് അല്ലെ. പേർഷ്യൻ ഗൾഫിനെയും അതുപോലെ ഒമാൻ ഉൾക്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ പാതയുടെ വടക്കൻ തീരം പൂർണ്ണമായും ഇറാന്റെ അതിർത്തിക്കുള്ളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാന് ഇതിൽ കൂടുതൽ മേൽക്കോയ് കിട്ടുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം ഒരു രാജ്യത്തിന്റെ തീരത്തുള്ള നിശ്ചിത ദൂരം ആ രാജ്യത്തിന്റെ പരമാധികാര പരിധിയിൽ വരുന്നതിനാൽ ഹോർമുസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഇറാന്റെ ജലപാതകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് സ്വാഭാവികവുമാണ്. ഇറാൻ അതിന് അനുവാദവും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അടുത്ത കാലഘട്ടത്തിലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് ഹോർമുസിനെ ഇറാന്റെ ഏറ്റവും ശക്തമായ പ്രതിരോധ ആയുധമാക്കി മാറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹോർമുസ് എന്ന് പറയുന്നത് ഇറാന്റെ വജ്രായുധം തന്നെയാണ്. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഈ മേഖലയിലെ സുരക്ഷാ ചുമതലകളുടെ മേൽനോട്ടവും ഇറാൻ തന്നെയായിരുന്നു നിർവഹിച്ചിരുന്നത് എന്ന് കാണാവുന്നതാണ്. അതായത് വിദേശ ശക്തികൾ, പ്രത്യേകിച്ച് അമേരിക്കൻ സഖ്യകക്ഷികളും ഈ മേഖലയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് സ്വന്തം പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ട് തന്നെയാണ് ഇറാൻ ഇപ്പോഴും വിലയിരുത്തുന്നത്. ഗാസയിലും ലെബനിലും ഇസ്രായേൽ തുടരുന്ന അതിക്രമങ്ങൾക്കും അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നടത്തുന്ന അധിനിവേശങ്ങൾക്കും ലോകരാഷ്ട്രങ്ങൾ മൗനാനുവാദം നൽകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇറാൻ ഉപയോഗിക്കുന്ന വളരെ തന്ത്രപ്രധാനമായ കരുത്ത് ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. ഹോർമുസ് കടലിടുക്ക് എന്ന വജ്രായുധം ഇറാൻ എടുത്ത് പ്രയോഗിക്കുമ്പോൾ അത് ലോകത്തെ തന്നെ ബാധിക്കുന്നു. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ എണ്ണ വിതരണം തടസ്സപ്പെടുത്താൻ ശേഷിയുള്ള ഈ പാത ഇറാന്റെ കൈവശം ഇരിക്കുന്നത് ഒരു പ്രതിരോധ കവചമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ട് ഹോർമുസ് ഇറാന്റെ നിയന്ത്രണത്തിൽ തന്നെ തുടരണം എന്നതിന് വ്യക്തമായ ചില കാരണങ്ങളും പറയാനുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തു നിന്നുള്ള വൻ ശക്തികൾ ഇടപെടുന്നത് ആ മേഖലയുടെ സമാധാനത്തെ തകർക്കുന്ന സംഭവം തന്നെയാണ്. അടുത്തിടെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാലോ. ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങളെ നിലക്കി നിർത്താനും മേഖലയിൽ ഒരു സന്തുലനാവസ്ഥ നിലനിർത്താനും ഇറാന്റെ ഈ മേധാവിത്വം അത്യന്താപേക്ഷിതവുമാണ്. ലോകത്തിന്റെ എണ്ണക്കഴുത്ത് ഇറാന്റെ കൈകളിൽ ഭദ്രമായിരിക്കുന്നിടത്തോളം കാലം ഇസ്രായേലോ അതുപോലെ അമേരിക്കയോ ഒരു വലിയ യുദ്ധത്തിന് മുതിരുന്നതിന് മുൻപ് പലവട്ടം ചിന്തിക്കാൻ നിർബന്ധിതരാകും. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അവർ ചിന്തിച്ചില്ല എന്നുകൊണ്ടാണ് ഇത്രയും പ്രതിസന്ധി ഇപ്പോൾ നേരിട്ടത്. ഇത് ആത്യന്തികമായി വലിയൊരു പ്രാദേശിക തകർച്ചയെ തടയാൻ സഹായിക്കുന്ന ഘടകമായിരുന്നു. പക്ഷെ ഇപ്പോഴത് മാറിയിട്ടുണ്ട്. അതായത് ഹോർമുസ് കടലെടുക്കുക എന്നത് ഇറാന്റെ അവിഭാജ്യ സ്വത്താണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി. അത് ഇറാൻ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടത് പശ്ചിമേഷ്യൻ പ്രതിരോധത്തിന്റെ അനിവാര്യത കൂടിയാണ്. ഇസ്രായേൽ എന്ന രാജ്യം ഗാസയിൽ നിന്നും ലെബനിലേക്ക് തങ്ങളുടെ സൈനിക കരങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ പിടിച്ചുകെട്ടാൻ ഇറാന്റെ പക്കലുള്ള ഏറ്റവും വലിയ ബ്രഹ്മാസ്ത്രം ഹോർമുസ് തന്നെയാണ്. മാത്രമല്ല ഇറാനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ പോലും വജ്രായുധമാകുന്ന ഇതാണ്. ഈ പാതയുടെ നിയന്ത്രണം ഇറാനിൽ നിക്ഷിപ്തമായിരിക്കുന്നത് മേഖലയിലെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് കരുത്ത് പകരുകയും വിദേശ ശക്തികളുടെ അനാവശ്യ ഇടപെടലുകളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിക്കും ഹോർമുസ് ആരുടേതാണ് എന്നും ഹോർമുസ് എന്തുകൊണ്ട് ഇറാന്റെ കൈവശം തന്നെ നിലനിൽക്കണം എന്ന കാര്യവും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഹോർമുസ് ആരുടേതാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നൊക്കെ കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.